തന്ന ഹദീസ് 11 സ്ത്രീകളെക്കുറിച്ച് അങ്ങ് ഒരുമിച്ച് കൂടുകയും അവരുടെ ഭർത്താക്കന്മാരുടെ വിഷയം പരസ്പരം കൈമാറുകയും പറയുകയും ചെയ്തു. ഇന്നലെ 7 സ്ത്രീകളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. 8ാമത്തെ സ്ത്രീ എന്താണ് പറഞ്ഞത് എന്നാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ 11 സ്ത്രീകൾ പറഞ്ഞതും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുത്തുനബി പറഞ്ഞൊരു വാക്കുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഹദീസിൻ്റെ അവസാന ഭാഗത്ത് അതിനെ മനസ്സിലാക്കാൻ കഴിയും. 7 സ്ത്രീകളുടെ കൂട്ടത്തിൽ ഭർത്താക്കന്മാരെ കുറിച്ച് നല്ലത് പറഞ്ഞവരുമുണ്ട്, ഭർത്താക്കന്മാരെ ആക്ഷേപങ്ങളും കുറവുകളും പറഞ്ഞവരുമുണ്ട്. ഇനി 8ാമത്തെ സ്ത്രീ എന്താണ് പറയുന്നത്, 8ാമത്തെ പെണ്ണ് എന്താണ് പറയുന്നത്, അതാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. എട്ടാമത്തെ പെണ്ണ് പറയുകയാണ്, ആ 11 സ്ത്രീകളെ കൂട്ടത്തിൽ 8ാമത്തെ സ്ത്രീ തൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയുകയാണ്. സൗജി അൽ മസ്സു മസ്സു അർനബിൻ വരീഹു റീഹു സർനബിൻ. 8ാമത്തെ പെണ്ണ് പറയുന്നത്, എൻ്റെ ഭർത്താവ് ചെല്ലിങ് ആര് കൊണ്ടുണ്ട അൽ മസ്സു മസ്സു അർനബിൻ അർനബിൻ. എൻ്റെ ഭർത്താവ് സ്പർശിച്ചാൽ, എൻ്റെ ഭർത്താവ് എന്നെ തൊട്ടാൽ ഒരു മുഴലിനെ തൊടും പോലെയാണ്, ഒരു മുളനെ തൊടും, മുള അതിനെ തൊടും പോലെയാണ്. നല്ല സ്മൂത്തായ, നല്ല സോഫ്റ്റുള്ള, നല്ല സ്മൂത്തായ ആ ഒരു സ്പർശനമാണ് എൻ്റെ ഭർത്താവിൻ്റെ സ്പർശനം. അത്രയും നല്ല ഒരു ടച്ചാവലാണ് എൻ്റെ ഭർത്താവ് ടച്ചാവുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ ആ ശരീരത്തിൽ വരുന്ന വാസന കുങ്കുമപ്പൊടിയുടെ നല്ല വാസനയാണ്. കുങ്കുമത്തിൻ്റെ അതിൻ്റെ നല്ല വാസനയാണ്. അതേപോലെ നല്ല ഒരു സ്വഭാവമാണ്, നല്ല സ്പർശനമാണ്. ഒരു മുളനെ മുള അതിന് തൊട്ടെങ്കിൽ സ്മൂത്തല്ല സാധനം, ആ ജീവി സ്മൂത്ത് സാധനമാണ്. അപ്പോൾ നല്ല ഒരു സ്വഭാവത്തിൻ്റെ ഒരു ഉടമയാണ് എൻ്റെ ഭർത്താവ്. എൻ്റെ ഭർത്താവിൻ്റെ സംസാരവും, എൻ്റെ ഭർത്താവിൻ്റെ ആ നോട്ടവും, എൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു വാക്കും, അതെല്ലാം നല്ല ഒരു കുങ്കുമപ്പൊടിയുടെ വാസന പോലെ ആസ്വദിക്കാൻ, കേൾക്കാൻ പിന്നെയും പിന്നെയും കൊതിയാകുന്നു എന്നാണ് ആ പെണ്ണ് പറഞ്ഞത്. ഇനി 8ാമത്തെ പെണ്ണെന്താണ് പറയുന്നത്? അപ്പൊ 8ാമത്തെ പെണ്ണ് പറയുന്നത് നല്ലതാ, നല്ലതല്ലേ, ഭർത്താവിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. 9ാമത്തെ പെണ്ണ് പറഞ്ഞു, എൻ്റെ ഭർത്താവ് ആരെന്നറിയുമോ? റഫീഉൽ ഇമാദി, നല്ല തറവാടിൽ ജനിച്ചു വന്ന ആളാണ്, നല്ല തറവാടുകാരനാണ്, നല്ല കുടുംബക്കാരനാണ്. മനസ്സിലായില്ലേ? ആ പറയുമ്പോൾ മനസ്സിലായി, നല്ല ആൾ നിൽക്കുന്നു. നല്ല തറവാടിൽ ജനിച്ചു വന്ന ആളാണ്. അതേപോലെ തന്നെ ത്വബീലുൻ നിജാദി, എപ്പോഴും ഊരിപ്പിടിച്ച വാളുണ്ടാകും, ത്യാഗം ചെയ്യാൻ വേണ്ടി, സമരം ചെയ്യാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ വഴിയിൽ ദീനിന് വേണ്ടി സമരം ചെയ്യാൻ വേണ്ടി എപ്പോഴും അയാൾ റെഡിയാണ്, പിന്നോട്ടില്ല. അയാൾ റെഡിയാണ്. ഇത് വാളുമായിട്ട്, നീണ്ട ഉറയുള്ള വാളുമായിട്ട് എപ്പോഴും ദീനിന് വേണ്ടി സമരം ചെയ്യാൻ വേണ്ടി തയ്യാറാണ്. അളീമുർ റമാദീൻ. പിന്നീട് പറയുന്ന ആരാണെന്നറിയുമോ? വെണ്ണീർ അധികം ഉള്ള ആളാണ്. വെണ്ണൂർ കൊണ്ടയില്ലേ, വെണ്ണൂർ എന്തിന് കത്ത് പാടിയിട്ട്, കോട് കത്ത് പാടിയിട്ട് വെണ്ണൂർ. അപ്പോൾ വെണ്ണൂർ അധികമുള്ള ആളെങ്കിൽ എപ്പോഴും വരയിൽ നല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പാവങ്ങൾക്ക് സ്വതക്ക ചെയ്യുന്ന ആളാണ്. അങ്ങനെ നല്ല ഭക്ഷണം ഉണ്ടാകുമ്പോൾ വെണ്ണൂർ ഉണ്ടാവും, കൂടുതലുണ്ടാകും. അപ്പോൾ നല്ല വെണ്ണൂറുള്ള ആളെങ്കിൽ വരയിൽ എപ്പോഴും നല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കോൾ കത്തിക്കേണ്ടി വരും. അപ്പോൾ ഒരുപാട് വെണ്ണൂർ ഉണ്ടാകും. അപ്പോൾ നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പാവങ്ങൾക്ക് സ്വതക്ക ചെയ്യുന്ന ആളാണ്. പിന്നെയോ ഖരീബുൽ ബൈത്തി,
മിനൻ നാദി. പിന്നീട് പറയുന്നത് അതാ വേദിക്ക്, അതായത് ഇത് ആളുകൾ, ജനങ്ങൾ എല്ലാവരും സ്വീകരിക്കുന്ന, എപ്പോഴും വീട്ടിൽ വരും, പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ആളാണ് എൻ്റെ ഭർത്താവ്. പഞ്ചായത്തിൽ എന്തെങ്കിലും നാട്ടിൽ പ്രശ്നമുണ്ടെങ്കിൽ ആ ഒരു മസ്ലഹത്ത് ഉണ്ടാക്കിയിട്ട് നല്ല ഒരു സ്വാധീനമുള്ള, എല്ലാവരും അംഗീകരിക്കുന്ന ഒരാളാണ് എൻ്റെ ഭർത്താവ്. അതേപോലെ 800 കൂടുതലുള്ള ആളാണ് എൻ്റെ ഭർത്താവ്. എപ്പോഴും ഞങ്ങളുടെ പുരയിൽ മിസ്കീന്മാരും ഫക്കീറന്മാരും അല്ലാത്തവരും വന്നിട്ട് ഭക്ഷണം കഴിച്ചു പോകും. അതേപോലെ യുദ്ധത്തിന് എപ്പോഴും ദീനിന് വേണ്ടി സമരം ചെയ്യാൻ തയ്യാറാണ്. നല്ല അന്തസ്സുള്ള, നല്ല തറവാടിൽ ജനിച്ചു വന്ന ആളാണ് എൻ്റെ ഭർത്താവ്. ഭർത്താവിനെ കുറിച്ച് നല്ലതാണ് ആ പെണ്ണ് പറഞ്ഞത്. ഇനി 10ാമത്തെ പെണ്ണ് ഇവിടെ കാലത്തിൽ ആശറത്തു സൗജി മാലിക്കുൻ മാ മാലിക്കുൻ മാലിക്കുൻ ഖൈറും മിൻ ദാലികി ലഹു ഇബിലുൻ കസീറാത്തുൽ മബാരികി ഖലീലാത്തുൽ മസാരിഹി ഇദാ സമിഅനാ സൗതൽ മിസ്ഹരി ഐഖന്ന അന്നഹുന്ന ഹവാലികു. 10ാമത്തെ പെണ്ണ് പറഞ്ഞത് സൗജി, എൻ്റെ ഭർത്താവ് ആരാണെന്നറിയുമോ? മാലിക്കുൻ, മാലിക് എന്ന ആളാണ്. എൻ്റെ ഭർത്താവ് മാലിക് എന്ന് പേരുള്ള ആളാണ്. മാലിക്കുൻ, മാലിക് എന്താണെന്നറിയുമോ? ഈ മാലിക്കിൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയുമോ? അതാ മാലിക്കുൻ ഖൈറു മിൻ ദാലികി, നിങ്ങൾ കേട്ടതിനേക്കാളും എത്രയോ ഉത്തമനാണ് എൻ്റെ മാലിക്, എൻ്റെ ഭർത്താവ്. മാലിക് എന്താണെന്നറിയുമോ? മാലിക്കിൻ്റെ സ്വഭാവം എന്താണെന്നറിയുമോ? മാലിക് നിങ്ങൾ അറിഞ്ഞോർത്താൽ അതിനേക്കാളും അപ്പുറമാണ്, നല്ല ഉത്തമനാണ്. നിങ്ങൾ അറിഞ്ഞൊരു കണക്കുണ്ട്, അതല്ല, അതിനേക്കാളും ഖൈറാണ് എൻ്റെ മാലിക്, എൻ്റെ ഭർത്താവ്. എന്നിട്ട് പറഞ്ഞു ലഹു ഇബിലുൻ കസീറാത്തുൽ മബാരിക്കിൻ, അയാൾക്ക് ഒട്ടകങ്ങളുണ്ട്, അയാൾക്ക് ആടുകളുണ്ട്. പണ്ടത്തെ സമ്പത്ത് തന്നെയല്ലേ, അയാൾക്ക് ഒരുപാട് ഒട്ടകങ്ങളും ആടുകളും എല്ലാം ഉണ്ട്. മാത്രമല്ല ആ പെണ്ണ് പറഞ്ഞു കൊടുക്കുന്നു കസീറാത്തുൽ മബാരിക്കി, ഒട്ടകങ്ങളെയും ആടുകളും കെട്ടാനുള്ള താവളങ്ങൾ ഷെഡ് എന്തായില്ലേ, ഷെഡ് കെട്ടുന്ന അത് യാറുണ്ട്, ഒരുപാട് ഷെഡുകളുണ്ട്. ആടുകളെയും അതേപോലെ ഒട്ടകങ്ങളെയും കെട്ടാൻ, അതിന് താമസിപ്പിക്കാനുള്ള ഷെഡുകൾ, അതിൻ്റെ റൂമുകൾ ഒരുപാടുണ്ട്. മാത്രമല്ല ഖലീലാത്തുൽ മസാരിഹിയും, മേഞ്ഞു തിന്നാനുള്ള ആ സ്ഥലം വളരെ കുറവാണ്. ഒരുപാട് ആടുകളുണ്ട്, ഒരുപാട് ആടുകൾ കെട്ടാനുള്ള താവളങ്ങളുണ്ട്, ഷെഡുകളുണ്ട്. പക്ഷെ അതിലേക്ക് മേഞ്ഞു തിന്നാനുള്ള സ്ഥലം വളരെ കുറവാണ്. എന്ത് മനസ്സിലായി? ഇതുകൊണ്ട് എന്ത് മനസ്സിലായി? ഒരുപാട് ഷെഡുകളുണ്ട്, ഒരുപാട് ആടുകളുമുണ്ട്, അതിലേക്ക് മേഞ്ഞു തിന്നാനുള്ള ആ സ്ഥലം വളരെ കുറവാണ് എന്ന് പറഞ്ഞാൽ അത്രയും സമയം അവിടെ ഉണ്ടാകൂല. ആട് വരും, അതിനെ അറുക്കും, അതിനെന്താക്കും, വിൽക്കുന്നെങ്കിൽ വിറ്റ് പോകും, അല്ലെങ്കിൽ അറുത്തിട്ട് പാവങ്ങൾ കൊടുക്കുന്നെങ്കിൽ അങ്ങനെ കൊടുത്തു പോകും. മേഞ്ഞിട്ട് കുറേ തിന്നാനുള്ള കുറേ സ്ഥലത്തിൻ്റെ ആവശ്യം ഇല്ല. മനസ്സിലായില്ലേ? അതിന് തിന്നാനുള്ള ചപ്പു വലിയ ഗുഡൻ്റെ അകത്തേ ഇല്ല. എന്ത് അപ്പം എന്താവും, പോവും, പിന്നെയും വരും, പിന്നെയും പോവും. അല്ലാണ്ട് കുറേ സമയം താമസിപ്പിക്കുമ്പോൾ ഗുഡകൾ വേണ്ടത്, ചപ്പിന് ആവശ്യം വേണ്ടത്. അപ്പം അത് ആവശ്യമില്ല. ഒരുപാട് ഷെഡുകളുണ്ട്, ഒരുപാട് ആടുകളുണ്ട്, പക്ഷേ മേഞ്ഞു തിന്നാനുള്ള ആ സ്ഥലം, ഫുഡ് ഉള്ള ആ ഗുഡകൾ വളരെ കുറവാണ്. അതിൻ്റെ ആവശ്യമില്ല. ഇദാ സമിഅന സൗത്തൽ മിസ്ഹരി, ആ കത്തിക്കൂട്ടുന്നോ മറ്റുള്ള ആ കൊണ്ടുവരുന്ന ശബ്ദങ്ങൾ ആ മൃഗങ്ങൾ കേട്ടാൽ, ഇദാ സമിഅന ആ ഒട്ടകങ്ങൾ, ആ ആടുകൾ കേട്ടാൽ, സൗത്തൽ മിസ്ഹരി, ആ കത്തിക്കൂട്ടുന്നതും അതിന് കൊടുക്കുന്നതും ആ ഒരു സൗണ്ട് ഉണ്ടല്ലേ, ആ സൗണ്ട് കേട്ടാൽ അയ്ഖന്ന, ആ മൃഗങ്ങൾ ഉറപ്പിക്കും, അന്നഹുന്ന ഹവാലിക്കു, ഞങ്ങളെ അറുക്കാൻ കൊണ്ടുപോകുന്നു, ഞങ്ങളെ അറുക്കാൻ കൊണ്ടുപോകുന്നു. ചിലപ്പോൾ അറുത്തിട്ട് പാവങ്ങൾക്ക് എന്താക്കും, വിതരണം ചെയ്യും. ചിലപ്പോൾ ഇറച്ചാക്കിയിട്ട് വിൽക്കുന്നതായിരിക്കും. അങ്ങനെ ആ കത്തി കൂട്ടുമ്പോൾ മറ്റൊരു സൗണ്ടിനെ കേട്ട് ഞങ്ങൾക്ക് ഉറപ്പായി ഞങ്ങളെ അറുക്കാൻ കൊണ്ടുപോകുന്നു. അവ മേഞ്ഞു തിന്നാനുള്ള സ്ഥലം ഇല്ല യാറെന്ന് പറഞ്ഞത്. അത് വന്നിട്ട് കുറേ ടൈം എന്താവില്ല അവിടെ നിൽക്കല. അപ്പൻ എന്താവും,
ചിലവായിക്കൊണ്ടും കൊടുത്തുകൊണ്ടും ഉണ്ടാകും. ഇതും നല്ലതേ പറഞ്ഞത്. ഇതും ഈ പെണ്ണും ഭർത്താവിനെ കുറിച്ച് നല്ലതേ പറഞ്ഞത് എന്നാണ് വിഷയം. എത്രാമത്തത്? 10-ാമത്തല്ല, അതെ 11-ാമത്തെ. 11-ാമത്തെ 11-ാമത്തെ പെണ്ണ് പറഞ്ഞു, സൗജി അബൂ സർഇൻ വമാ അബൂ സർഇ. അതാ ഇതാണ് ഈ ഹദീസിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. 11-ാമത്തെ പെണ്ണ് പറഞ്ഞു, സൗജി എൻ്റെ ഭർത്താവ് അബൂ സർ ആണ്. അബൂ സർ എന്ന ആള് അബൂ സർ ആണ് എന്ന് പറഞ്ഞു. ഒമാ അബൂ സർ, ഈ അബൂ സർ എന്താണെന്ന് അറിയുമോ? അബൂ സർഇന്റെ സ്വഭാവം നിങ്ങൾക്കറിയുമോ? എൻ്റെ ഭർത്താവ് അബൂ സർഇന്റെ ബാപ്പയാണ്. ആ സർഇന്റെ ബാപ്പയുടെ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം നിങ്ങൾക്കറിയുമോ? അതാ പറഞ്ഞു കൊടുക്കുന്നു. അനാസ മിൻ ഹുലിയിൻ ഉസ്നയ്യ, എൻ്റെ 2 കാതിലും ധാരാളം ആഭരണങ്ങളെ കൊണ്ട് ചമയിച്ച ആളാണ്. പെണ്ണുങ്ങൾക്ക് ബംഗാൾ ജില്ല നേതൃത്വ കസി എന്ത് കൊടുത്തു, ഒരു മൂയിലെടുത്ത് കൊടുക്കുമല്ലോ, ഇവർ പലയിടത്ത് കൊടുക്കുമല്ലോ. ആ സന്തോഷമേ വേറെ. അള്ളാഹു തങ്ങളെ പെൺമക്കൾക്ക്, പെഞ്ഞായ മക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആ 11-ാമത്തെ പെണ്ണ് ചൊന്നോ, എൻ്റെ ഭർത്താവ് 2 കാത് നിറയെ ആഭരണങ്ങളെ കൊണ്ട് ചമയിച്ചിട്ടുണ്ട്. എൻ്റെ 2 ചുമല് നിറയെ ഇറച്ചികളെ കൊണ്ട് നിറച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടി എത്ര മാംസം, കഴിക്കാനുള്ള മാംസം അയാൾ കൊണ്ടുവന്നിട്ട് തന്നിട്ടുണ്ട്. എന്നെ അദ്ദേഹം സന്തോഷിപ്പിച്ചു, എനിക്കെല്ലാം തന്നിട്ട് അയാൾ സന്തോഷിപ്പിച്ചു. അങ്ങനെ എൻ്റെ നഫ്സിലേക്ക് വലിയ സന്തോഷം. എൻ്റെ ഭർത്താവ് പൊന്നി തന്നു, എൻ്റെ ഭർത്താവ് തിന്നാനുള്ള ഫുഡുകൾ കൊണ്ടുവന്നു, എൻ്റെ ഭർത്താവ് നല്ല ഡ്രസ്സ് തന്നു, എനിക്ക് വേണ്ടതെല്ലാം തന്നു, എന്നെ സന്തോഷിപ്പിച്ചു. അപ്പോൾ നഫ്സി, എൻ്റെ നഫ്സ് എനിക്ക് വല്ലാത്ത സന്തോഷം, എനിക്ക് വലിയ റാഹത്തായി. മാത്രമല്ല വജദനി ഫി അഹ്ലി ഉനൈമത്തിൻ ബിശഖിൻ, എന്നയാൾ എത്തിച്ചത്, എന്നയാൾ കൊണ്ടുവന്നത് വളരെ പാവപ്പെട്ട ചെറിയ ചെറിയ ആടുകളുള്ള ഒരു കുടിയിൽ നിന്നിട്ടാണ്. ഞങ്ങൾ മിസ്കീന്മാരായിരുന്നു, ഞങ്ങൾക്ക് സമ്പത്തായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ ചെറിയ കുടിയിൽ നിന്നിട്ട്, വളരെ ചെറിയ ഔത്ത് നിന്നിട്ട്, ആട് മാത്രമുള്ള ചെറിയ ഒരു ഔത്ത് നിന്നിട്ട്, അതായത് പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നിട്ടാണ് അയാൾ കൊണ്ടുവന്നത്. എന്നിട്ടോ فجعلني في أهل صهيل وأطيط ودائس ومنق, ചമ്മ ഒട്ടകങ്ങളും ആടുകളും മാടുകളും അതേപോലെ കൃഷികളും എല്ലാമുള്ള ഔത്തിലേക്കാണ് കൊണ്ടുവന്നത്. ചെറിയ ഔത്തുന്നു വലിയ നിഅമത്തുള്ള ആടും സമ്പത്തും കൃഷിയും എല്ലാമുള്ള ഔത്തിലേക്ക് അയാൾ എന്താക്കിയിട്ടുണ്ട്, എന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ വലിയൊരു പണക്കാരനായ നിലയ്ക്ക് അയാൾ എന്നെ എന്താക്കിയിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാത്രമല്ല, അൽബിനെ പറയുന്നു, അതാ നിങ്ങൾ പറയുന്നത് കേട്ടെങ്കിൽ, എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ ഫലാ ഉഖബ്ബഹു, എന്നെ ആക്ഷേപിക്കല, അപ്പം കൊണ്ടുവന്ന് തരും. ഞമ്മ അതെന്തൊക്കെ എന്ന് കേൾക്കുമ്പോൾ പെണ്ണ് എന്താവിടോ, വീഴുതാവില്ലേ? അങ്ങനല്ല, എന്ത് പറഞ്ഞാലും എനക്കത് വേണു ഇത് വേണം ചെന്നെങ്കിൽ ഫലാ ഉഖബ്ബഹു, എന്നെ ആക്ഷേപിക്കല, എന്നാക്കും കൊണ്ടുവരും, എനിക്ക് കൊണ്ടുതരും. മാത്രമല്ല വഅർഖുദു ഫഅതസബ്ബഹു വഅശ്റബു ഫഅതഖമ്മഹു, ഞാൻ ഉറങ്ങും, പ്രഭാതം വരെ സുബഹി വരെ ഉറങ്ങും, ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് തണ്ണി വേണു, ചായ വേണു. ചില ഭർത്താക്കന്മാരുണ്ട് സുബഹി നിസ്കരിക്കുന്ന മുന്നേ നക്കി വെച്ച തണ്ണി വേണു, നക്കി കുടിക്കുക വേണു, അങ്ങനെ ആക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ മാപ്പിള അങ്ങനല്ല. എൻ്റെ ഭർത്താവല്ല, പ്രഭാതം വരെ എന്നെ ഉറങ്ങാൻ വേണ്ടി എന്താക്കും, സമ്മതിക്കും. വഅശ്റബു ഫഅതഖമ്മഹു, ഞാൻ വേണ്ടോളം കുടിക്കും, പാലാണെങ്കിൽ പാല്, എന്ത് വേണം വേണ്ടോളം ഞാൻ കുടിക്കും. അത്രയും നല്ല ആളാണ് എൻ്റെ ഭർത്താവ്. പിന്നെ ഉമ്മു അബീ സർഇൻ, ഉമ്മു അബീ സർഇൻ, എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ എങ്ങനത്തെ ആളാണെന്നറിയുമോ? എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ എങ്ങനത്തെ ആളാണെന്നറിയുമോ? ഫമാ ഉമ്മു അബീ സർഇൻ, അബീ സർഇന്റെ ഉമ്മൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയണോ? എപ്പോഴും
എൻ്റെ അബൂസറിൻ്റെ ഉമ്മയുടെ പാത്രം എപ്പോഴും നിറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആർക്കും ഭക്ഷണം കഴിക്കാൻ, ആർക്കും ചായ കുടിക്കാൻ, ആർക്കും ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് എന്താക്കാം പുറയിൽ വരാം. ആ പാത്രം നല്ലോണം ചോറുണ്ടാക്കും, ചായ നല്ലോണം ഉണ്ടാക്കും, ജ്യൂസ് നല്ലോണം ഉണ്ടാക്കും. എപ്പോഴും പുര വിശാലമാണ്. എൻ്റെ ഉമ്മൻ്റെ കൈ വലിയാണ് എന്നില്ലേ, എൻ്റെ ഉമ്മത്തിന് കൈ വലിയ വാറ് കൊടുക്കുമ്പോൾ എല്ലും മയ്യാവളം ചൊല്ലില്ല, തെല്ല് ആരെ കൊടുക്കണം. അതേപോലെ എൻ്റെ ഭർത്താവിൻ്റെ അബൂസറിൻ്റെ ഉമ്മൻ്റെ കൈ എന്താണ് വലുതാണ്, പാത്രം എപ്പോഴും നിറഞ്ഞിട്ടാണ്, പുര എപ്പോഴും വിശാലമാണ്. ആർക്ക് വന്നാലും ഭക്ഷണം ഉമ്മണ്ടാക്കും കൊടുക്കും. ഇബ്നു അബീ സറഇൻ ഇത്ര വലിയ പണക്കാരനായിട്ടും എൻ്റെ ഭർത്താവ് ഇത്ര സമ്പത്തായിട്ടും എൻ്റെ അബൂസറിൻ്റെ മോൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയണോ? ഇബ്നു അബൂ സർ നിങ്ങൾക്ക് ആരാണെന്ന് അറിയുമോ? ആ സറഇൻ്റെ മോൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയണോ? മൽജഉഹു കമസല്ലി സതുബത്തിൻ. ആ എൻ്റെ മോന് കടന്നുറങ്ങുന്ന സ്ഥലം ഏതാണ്? ഈത്തപ്പന നാറ് കൊണ്ട് ഉണ്ടാക്കിയ ആ കട്ടിലാണ്, ആ പായിലാണ് എൻ്റെ മോന് ഉറങ്ങുന്നത്. അബൂസറിൻ്റെ മോന് ഉറങ്ങുന്നവിടെ അത്ര വലിയ പാപ്പ പണക്കാരനായിട്ടും സാധാ ഒരു ഈത്തപ്പഴം അതിനെ വട്ടൽ കൊണ്ട് അതിനെ നാറ് കൊണ്ട് ഉണ്ടാക്കിയ ആ പായിൻ്റെ മേലാണ് എൻ്റെ മോന് അതാ അബൂസറിൻ്റെ മോന് കിടക്കുന്നത്. അബൂസറിൻ്റെ മോനിക്ക് പള്ള നടക്കൽ ഭക്ഷണം ഞങ്ങളുടെ മക്കളെ പോലെ ഐസ്ക്രീമും കബാബും അതും അല്ല. സാധാരണ ഒരു പെണ്ണ് ഒട്ടകത്തിൻ്റെ ഒരു പെണ്ണ് ആടിൻ്റെ ചെറിയ ഒരു കൈമതി, ചെറിയ ചെറിയ കുട്ടി ആടുണ്ടല്ലോ, ആടിൻ്റെ ചെറിയ പെണ്ണാടുണ്ടല്ലേ, ചെറിയ പെണ്ണാട്. ഈ ഒരു കൈൻ്റെ എത്ര ഭക്ഷണം, കുറേ ഭക്ഷണം വേണമെന്നില്ല. അത്ര പണക്കാരനായിട്ടും ഒരു കുറച്ചൊന്നും തിന്ന ആള്. അതേപോലെ ബഹും സാധാ മിസ്കീനേക്കാരും ആ നിലക്കാണ് എൻ്റെ അബൂസറിൻ്റെ മോന് കടന്നുറങ്ങുന്ന സ്ഥലം. പിന്നെ പറയുന്നു ബിന്തു അബീ സറഇൻ ഫമാ ബിന്തു അബീ സറഇൻ. അബീ സറഇൻ്റെ മോളെ കുറിച്ച് നിങ്ങൾക്കറിയണോ? അബൂസറിൻ്റെ മോളിൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയണോ? അവളുടെ ഉമ്മാനെയും ബാപ്പാനെയും അനുസരിക്കുന്നവളാണ്. ബാപ്പയും ഉമ്മയും ചൊന്ന പോലെ കേൾക്കുന്ന മോളായിട്ടിക്കിട്. അതേപോലെ എപ്പോഴും നിറച്ചും ഡ്രസ്സുണ്ടാകും. എന്ന് ആ മോൾക്ക് ധരിക്കാനാ അല്ല, എപ്പോഴും ഡ്രസ്സ് മുറോടി ഉണ്ടാകും. പാവങ്ങൾക്ക് കൊടുക്കാൻ, മിസ്കിന്മാർക്ക് കൊടുക്കാൻ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാകും, ഡ്രസ്സുണ്ടാകും. ആര് മിസ്കിന് വന്നാലും എടുത്തു കൊടുക്കും. പിന്നെയോ ജാറത്തിഹ, അവളെ അയൽവാസികൾ ഉണ്ടാക്കും, അസതി വെക്കും. എന്താ പോയി ഇത്രയും കൊടുക്കുന്നു, അവിടുത്തോളം ഔത്തിന് നടക്കാൻ ഔത്തിന് നഞ്ചാകുമ്പോൾ ഞങ്ങളെ ബാസിലുണ്ടെങ്കിൽ ഞാൻ നെഞ്ച് ഇത്ര കൊടുക്കുക പോവാം. ആ ഒരു ഇത് വരുത്തോളം എന്താക്കും അബൂസറിൻ്റെ മോള് നിങ്ങളെന്താക്കും ഡ്രസ്സെല്ലാം സുലഭം ചെയ്യും. പിന്നെ പറയുന്നത് അബൂസറിൻ്റെ പണിക്കാർത്തിയെ നിങ്ങൾക്കറിയണോ? ഔത്തിൽ പണിയെടുക്കുന്ന വേലക്കാർത്തുണ്ടല്ലോ, അവളുടെ സ്വഭാവം നിങ്ങൾക്കറിയണോ? ഞങ്ങൾ ഔത്തിലാവിടെ ഒരു വിഷയവും പുറത്ത് പോയിട്ട് അവ ചെല്ലല. സാധാരണ പണിക്കാർക്കെന്നല്ലേ പോലെങ്കിൽ അപ്പുറത്ത് പോയിട്ട് പുറത്തിനാക്കല്ല. ഒരു വിഷയം അവൾ എന്താക്കൂല, പുറത്ത് ചൊല്ലൂല. ഞങ്ങളെ ഭക്ഷണങ്ങള് അവളുണ്ടാക്കുന്ന ഭക്ഷണം വേസ്റ്റാക്കല. പണിക്കാരങ്ങളുണ്ടല്ലേ, ഞാൻ മുതലാളി കണ്ടില്ലെങ്കിൽ പാതിയപ്പുറത്തും പാതിപ്പുറത്തും അല്ല, അത്രയും സൂക്ഷ്മതകൾ സ്വന്തം പോലെ ആവശ്യത്തിന് മാത്രം ഒരു ഭക്ഷണം പോലും വേസ്റ്റാക്കല. അതേപോലെ ഈ പക്ഷി കുഞ്ഞുങ്ങൾ കൊണ്ടുവന്നിട്ട് കാട്ടനവാസികളുണ്ട്, ആ കൂടെല്ലാം കൊണ്ടുവന്നിട്ട് ഔത്ര കച്ചറാക്കല. എപ്പോഴും നല്ല വൃത്തിയായിട്ട് അടിച്ചിട്ട് വാരിട്ട് നല്ല വൃത്തിയായിട്ടിരിക്കും. അവളെ കുറിച്ചൊന്നും പറയാനില്ല. അപ്പുറത്തെ ഇപ്പുറത്ത് കൊണ്ട് പ്രസാദാക്കല, ഫിത്നാക്കല. അതേപോലെ ഔത്ര സാമാന് വേസ്റ്റാക്കല. പോലെ എപ്പോഴും ക്ലീനാണ്. എന്നാണ് വിശ്വാസം. കാലത്ത് ഇത്രയെല്ലാം പറഞ്ഞിട്ട് മാപ്പിള ഇത്രയെല്ലാം നല്ല വിഷയം. കാലത്ത് ആ പെണ്ണ് പറഞ്ഞു, എൻ്റെ ഭർത്താവ് അബൂസർ ഒരു നാൾ ഔത്തുനിന്ന് പുറത്ത് പോയപ്പോയിട്ട്
ഒരു നാള് എൻ്റെ ഭർത്താവും ഔത്തുന്നു പുറത്തു പോയി. എപ്പോഴാണ് പുറത്തു പോയത്? അങ്ങനെ ചെല്ലിങ്കിൽ 96 നിരക്കുണ്ട്. അതായത് ഇത് പാത്രത്തിൽ പാല് നിറഞ്ഞ സമയം എന്ന് പറഞ്ഞെങ്കിൽ ഓരോ സീസൺ ടൈം കച്ചവടത്തിൻ്റെ സമയമുണ്ട്. ഈ അറബികളെല്ലാം മറ്റുള്ള നാട്ടിലേക്ക് ബിസിനസ്സിന് വേണ്ടി പോകും, പാനീയത്തിന് വേണ്ടി പോകും. ആ സമയത്ത് ഇയാൾ എന്തായി? ഔത്തുനിന്ന് പുറത്തു പോയി. അങ്ങനെ പുറത്തു പോയിട്ടോ അറിയത്തി പോയിട്ട് അവർ ഒരു പെണ്ണിനെ അയാൾ കണ്ടെത്തി. ഒരു പെണ്ണിന് എന്തായിട്ട് അയാൾ കണ്ടെത്തി. എങ്ങനത്തെ പെണ്ണ്? മഹാബലദാൻ, എവിടെ കൂടെ 2 കിടാവുണ്ട്. 2 കിടാവുണ്ട്. എങ്ങനത്തെ 2 കിടാവും? കൽഫഹ്ദൈനി, സിംഹനെ പോലെ നല്ല പുഷ്ടിയുള്ള സിംഹക്കുട്ടി. സിംഹത്തെ ഇല്ല പുലി പീലിഞ്ഞെന്ന് അതിന് കുട്ടിനെ പോലെ നല്ല പുഷ്ടിയുള്ള നല്ല ആരോഗ്യമുള്ള 2 കിടാവുള്ള ഒരു പെണ്ണിനെ കണ്ടെത്തി. കിടാവാണെങ്കിലോ ആ പെണ്ണിന്റെ മടിയിൽ ആ 2 മക്കളും കളിച്ചുകൊണ്ടുള്ള അറിയും. എന്തുകൊണ്ട്? റുമ്മാനത്തേന് 2 റുമ്മാൻ പണം പൊടിച്ചിട്ട് റുമ്മാൻ എന്തേ അതുകൊണ്ട് ഉദ്ദേശം എന്തേ? നിരക്ക് നേരത്തിലാണ് നിരക്കുന്ന 2 കിടാക്ക മടിയിൽ വെച്ചിട്ട് 2 റുമ്മാനോട് കളിച്ചാലെന്നെങ്കിൽ ഉമ്മന്റെ മുലപ്പാട് കുടിച്ചിട്ട് ആ 2 ഇരട്ടൊക്കെ ഇട്ടിക്കും അല്ലേ? ഇരട്ടൊക്കെ ഇട്ടിക്കും. അതാണ് ശൈലിയാണ് അറബി. നിരങ്ങ പറയാന 2 ഉമ്മാനെ കുടിച്ചിട്ട് ഉമ്മാന്റെ മുല പൊടിച്ചിട്ട് പാട് കുടിച്ചിട്ട് കളിച്ചോണ്ടുള്ള അങ്ങനത്തെ ഒരു പെണ്ണിനെ അയാൾ കണ്ടിട്ടാകുമ്പോൾ അയാൾക്ക് അവളോട്ട് ഇഷ്ടപ്പെടുന്നു. ചിലപ്പോൾ മാപ്പിള മരിച്ചതായിരിക്കും, ചില തൊലാക്കാക്കി വാട്ടി ഇതൊക്കെ കാണാൻ അയാൾ അങ്ങനെ കണ്ടെത്തി ഈ നിരക്കുള്ള 2 ഈ പെണ്ണ് ചൊല്ലില്ല 14ാമത്തെ പെണ്ണ് തൊല്ലക്കനി എന്നെ അയാൾ തൊലാക്കാക്കി. എന്നെ എന്താക്കിയിട്ട് തൊലാക്കി. എന്നിട്ട് ആ പെണ്ണിടെ ആ 2 കിടാവുള്ളൂ ആ പെണ്ണിടെ അയാൾ നിക്കാഹിത്ത് മങ്ങിലായിട്ട്. അങ്ങനെ ഈ ഉമ്മ ചൊല്ലേ ഞാനെന്താക്കി അതിന് ശേഷം ഞാൻ മാന്യനായ ഒരാളെ നാം മങ്ങിലായത്. അയാൾ അവളെ മങ്ങിലായിട്ട് നാണ് നല്ല മാന്യനായ ഒരാൾ നാണെന്താക്കി നാണും മങ്ങിലായ നല്ല ഒരു അന്തസ്സുള്ള അഭിമാനമുള്ള നല്ല ഒരാൾ ഞാൻ മങ്ങിലായ. റക്കിബ ശരിയൻ വഅഖദ ഖതിയൻ വഅറാഹ അലയ്യ നഅമൻ സരിയ. അങ്ങനെ ഈ പെണ്ണ് ചൊല്ലേ ഞാൻ മാന്യനായ ഒരു നല്ല ഒരാൾ നാണും മങ്ങിലായ. അയാളാണെങ്കിലോ ഒരു ക്ഷീണവും ഇല്ലാതെ, അതാ മങ്ങിലായ 2ാമ മങ്ങിലായ, ഒരു ക്ഷീണവും ഇല്ലാത്ത നല്ലൊരു ആരോഗ്യമുള്ള, അതേപോലെ ഖത്ത് ചൊല്ലൊരു ഗ്രാമമാണ് ഒരു ഒമാനുള്ള റായം ചൊല്ല്. ഖത്തും ചൊല്ല റായത്തിൽ ഉണ്ടാക്കുന്ന ഒരു കത്തിയുമായിട്ട് അയാൾ കുതിര കയറിയിട്ട് വന്നു. അറബിയുടെ ശൈലിയായിരിക്കും. ഒരു മാന്യനായ, അയാൾക്ക് വെച്ചൊളൊന്നുമില്ല, നല്ലൊരു ക്ഷീണമൊന്നുമില്ല, അങ്ങനത്തെ ഒരാൾ. അയാൾ ഖത്ത് റായത്തുണ്ടാക്കുന്ന കത്തിയും പിടിച്ചിട്ട് വാഹനത്തിന് മേലെ കയറിയിട്ട് നല്ല ആവേശത്തിലാണ് വന്നത്. ഒരു ചൈങ്കായിട്ട് വന്നതെല്ലാം അവ ചൊല്ലി ഞാൻ കെട്ടിയത് നല്ലൊരാളാണ്. മാത്രമല്ല എനിക്കയാൾ ധാരാളം അനുഗ്രഹങ്ങൾ തന്നു. വേണ്ടുന്ന ഭക്ഷണങ്ങൾ പെണ്ണുങ്ങൾക്കതല്ലേ വേണ്ടി അതെല്ലാം ഉണ്ടാക്കി, ആവശ്യങ്ങൾ എല്ലാം ഉണ്ടാക്കി ധാരാളം തന്നു. മാത്രമല്ല എല്ലാം ഒരു ആട് കൊടുക്കുമ്പോൾ ഒന്ന് കൊടുക്കല, ഒരാണ് ഒരു പെണ്ണ്, ഒരു ജോഡി, ഒരു വട്ടകം കൊടുക്കുമ്പോൾ ഒരാണും പെണ്ണും ജോഡിയായിട്ട് അയാൾ കണക്ക് തന്നു. വഖാല അയാൾ പറഞ്ഞു പുലി ഉമ്മന്റെ ഉമ്മയെ ധാരാളം തിന്നു. മാത്രമല്ല മീരി അഹ്ലക്കി, നിന്റെ അഹ്ലക്കാർക്കും നീ എന്താക്കി ഭക്ഷിപ്പിക്കും, നീയും ഭക്ഷിച്ചോ, നിന്റെ അഹ്ലക്കാർക്കും ഭക്ഷിപ്പിക്കും. അങ്ങനെ ഈ പെണ്ണ് ചൊല്ലേ ഫലൗ ജമഅതു കുല്ല ഷൈഇൻ അഅതാനിഹി. ഈ 2ാമത് മങ്ങലായ ഇയാൾ തന്നതിന് എല്ലാം കൂടിയിട്ടാണ് ഒട്ടാക്കിയെങ്കിൽ, ഇയാൾക്ക് ഇത്ര തന്നത് അതിന് എല്ലാം കൂടിയിട്ടാണ് ഒട്ടാക്കിടെങ്കിൽ ജമാക്കിടെങ്കിൽ മാ ബലഗ അസ്ഗറ ആനിയത്തി അബീ സറഅ്, നേരത്തെ ഉള്ള പുതിയാപ്പളയില്ലേ തൊലാക്കാക്കിയ
ആ അബൂസറിന്റെ ചെറിയ ഒരു പാത്രം നിറയുന്നത്ര വല ഇയാൾ തന്നു എല്ലാം കൂടിയിട്ട്. അപ്പോൾ അയാൾക്ക് തോന്നുന്നു നല്ല മനസ്സിലാക്കും, രണ്ടാമത്തെ പുതിയ പിണക്ക് തന്നത് നല്ല ആളാണ്. പക്ഷെ അയാൾ തന്ന എല്ലാം കൂട്ടി കണക്കാക്കിയിട്ട് നോക്കിയെങ്കിൽ അബൂസർ തന്നതിൻ്റെ രണ്ടും നോക്കുമ്പോഴത്തേക്ക് അബൂസറിന് ചെറിയ ഒരു പാത്രത്തിൽ തന്നില്ലേ, അവിടും എത്തല. അപ്പൊ ഈ പെണ്ണ് മുന്നത്തെ പുതിയ പെണ്ണിനെ മധു ചൊന്നാ അല്ലേ? അതാ ഒരു അറബിയിൽ ഒരു പദം എന്ന് പറയാ, അൽ ഔവ്വലു ലിൽ ഹബീബി. ഇത് ഒന്നാമത്തെ ആളെന്നെ ഇനി എത്രേ രണ്ടാമത്തെ കെട്ടി എത്രേ ആവട്ടെ, ഏറ്റവും പിരുസവും ആ ഒരു ഓർമ്മയുമുള്ള ഒന്നാമത്തെ ഇണയനോട്, അത് ആണാവട്ടെ പെണ്ണാവട്ടെ. ഒരാണായവൻ രണ്ടാമത്തെ പെണ്ണ് മംഗലാന്നെങ്കിലും അവനിക്ക് സ്നേഹവും ഹുബ്ബും എല്ലാം ഉള്ള ആരോടാണ്? ഒന്നാമത്തെ ആളുള്ളത്. അതേപോലെ തന്നെ ഈ പെണ്ണിനും ആ ആദ്യത്തെ ആ ഭർത്താവിൻ്റെ ആ സ്നേഹം, ആ ഒരു പിരിസപ്പാട് ഒരാൾക്കാക്കിയിട്ടും എന്തായിട്ടില്ല, പോയിട്ടില്ല. ആ പെണ്ണ് നല്ല പെണ്ണാണ്. എല്ലാവരെ കുറിച്ചും മധുഹയെ പറഞ്ഞ്, അമ്മായിനെ കുറിച്ചിട്ട് ഞങ്ങളെ വാസരി, അതേപോലെ മോളെ കുറിച്ചിട്ടും മോനെ കുറിച്ചിട്ടും അയാളെ കുറിച്ചിട്ടും. ഇപ്പൊ രണ്ടാമത് കെട്ടിയ ആളെ കുറിച്ചിട്ടും അയാൾ എന്ത് പറഞ്ഞേ? നല്ലതേ പറഞ്ഞേ. ഇത് ഈ വിഷയം ആയിഷ അമ്മ ഇങ്ങനത്തെ വിഷയം മുത്തുനബിയോട് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനത്തെ പോയിരുന്ന ആള് ഇങ്ങനത്തെ വിഷയം ചെല്ലിയാരെയും. അപ്പൊ ഫഖാലലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കുന്തു ലക്കി കഅബി സറഇൻ ലിഉമ്മി സറഇൻ. ഞാൻ നിനക്ക് ആരെ പോലെ മുത്തുണ്ട? ഐസ അമ്മയുടെ കുന്തു ഞാനായിരിക്കും ലക്കി നിനക്ക് അബീ സറഇൻ അബൂസറിനെ പോലെ. ആർക്ക്? ഉമ്മു സറഇനിക്ക് എന്ന് പറഞ്ഞെങ്കിൽ അബൂസർ നല്ലോണം കൊടുത്ത് പിന്നെ തൊലാക്കത്തില്ല. ആ വിഷയത്തിലല്ല. ഉമ്മു സറഇനിക്ക് ഇന്നും ആരോടാണ് മഹബ്ബത്തുള്ളോ? ആ ഒരു ഇന്നും മറന്നുപോയിട്ടില്ല. ആ ഒരു മഹബ്ബത്ത് പോലെയുള്ള സ്നേഹം ആ വിഷയത്തിൽ. ഇനി കുറെ സ്നേഹിക്കും പിന്നെ തൊലാക്ക് ചൊല്ലും, അങ്ങനല്ല. ആ വിഷയത്തിലല്ല. ആ സ്നേഹത്തിൻ്റെ വിഷയത്തിൽ ആ ഉമ്മു സറഇനിക്ക് അബൂസറിന് ഉള്ളതുപോലെ നിനക്ക് ഞാനാണ് എന്ന് പറഞ്ഞാൽ അത്രയും നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്. അപ്പോൾ പെണ്ണുങ്ങളുടെ കഥയാണ് ഈ ഹദീസിൽ കൂടി നമുക്ക് പാഠം. കുറേ പെണ്ണുണ്ടാക്കി മധുഹാക്കി പറഞ്ഞു. കുറേ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരെ കുറിച്ച് ആക്ഷേപങ്ങളും ഓരോ കുറവുകളും പറഞ്ഞു. അപ്പോൾ നമുക്കെതിരെ പാഠമുണ്ട്. ഞങ്ങൾ നല്ലതാക്കിയെങ്കിൽ ഞങ്ങളുടെ ഭാര്യമാർ അവരെ പുരയിൽ പോയിട്ടും അവരുടെ കുടുംബത്തിനും അതേപോലെ അവർ ഒരുമിച്ച് പോകുന്ന സ്ഥലത്തും നല്ലത് പറയും. ഞങ്ങൾ ബെടക്കാക്കെങ്കിൽ ഞങ്ങളെക്കുറിച്ച് അവരെന്താക്കും? അഭിപ്രായങ്ങൾ പറയും. അപ്പോൾ ഇതുമാവട്ടെ ഉമ്മു സറഇന്റെ ഹദീസ് ഇങ്ങനെയാണ്. 11 സ്ത്രീകൾക്കുള്ള ചരിത്രങ്ങൾ. അല്ലാഹു നമ്മളെ വെക്കുന്ന കബൂൽ ചെയ്യുമാറാകും.